സമസ്തയുടെ അഭിവന്ദനായ പ്രസിഡന്റ് ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശ യാത്രക്ക് തിരൂരിൽ നൽകിയിട്ടുള്ള സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുല്ലൈലി തങ്ങൾ അവർകളെ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച അഭിവന്ദനായ സ്നേഹനിധിയായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ, പ്രിയപ്പെട്ട MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ്, വേദിയിലുള്ള പണ്ഡിതരെ, നേതാക്കളെ, ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, അഭിവാദനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രം സംസാരിക്കേണ്ട സന്ദർഭമാണിത്. സമയം വൈകി പോയിരിക്കുന്നു. പരിപാടി അധികം നീളുന്നതിനു മുമ്പ് ജാഥാനായകൻ അഭിവന്ദനായ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അവർകളടക്കമുള്ള പണ്ഡിതരുടെ സംസാരങ്ങളും വാക്കുകളും കേൾക്കുവാനാണ് നിങ്ങൾ ആകാംക്ഷാഭരിതരായിരിക്കുന്നത്. 100 വർഷത്തെ ചരിത്രത്തിലേക്ക് സമസ്ത തിരിഞ്ഞു നോക്കുന്ന നേരമാണ്. ആ 100 വർഷത്തെ ചരിത്രം ഉൾപ്പുളകമുള്ളതാണ്. അത് വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ, അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ, അതിൻ്റെ വലിയൊരു ഉൾക്കനത്തിൻ്റെ പ്രഭാപൂരിതമായിട്ടുള്ള വെളിച്ചം പരത്തുന്ന ചരിത്ര പരിസരങ്ങളെയാണ് ഈ അവസരത്തിൽ ഓർക്കുന്നത്. അഭിവന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിച്ചതുപോലെ ആ ചരിത്രത്തിൽ കടന്നുപോയിട്ടുള്ള മഹാത്മാക്കൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ആദരണീയനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ ശതാബ്ദി സന്ദേശയാത്രക്ക് നേതൃത്വം വഹിച്ചിങ്ങോട്ട് കടന്നു വരുമ്പോൾ ആ 100 വർഷക്കാലത്തെ ചരിത്രത്തിൻ്റെ ഉൾപ്പുളകം തന്നെയാണ് ഈ ചരിത്രം ഓർക്കുന്നവരുടെയെല്ലാം മനസ്സിൽ ഉണർന്നു വരുന്നത്. ആ ചരിത്രം ഓർക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിന് വളരെ വലിയ പ്രസക്തിയുണ്ട്.